ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഓവർ അറ്റാച്ച്മെന്റ് കുറയ്ക്കാൻ എന്താണ് മാർഗം, അല്ലെങ്കിൽ ഞാൻ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഓവർ അറ്റാച്ച്മെന്റ് എനിക്ക് തന്നെ ഡിസ്റ്റർബിങ് ആണ്, അതെങ്ങനെയാണ് കുറയ്ക്കുക എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. സോ ഇങ്ങനെ ഓവർ അറ്റാച്ച്ഡ് ആവാതെ നമുക്ക് നമ്മളെ തന്നെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഹെൽത്തി വേയിൽ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ബിഗർ ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ലൈഫിൽ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണും ആ ഒരു റിലേഷൻഷിപ്പും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ 100% അതിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ചെറിയ ആബ്സെൻസ് പോലും അല്ലെങ്കിൽ അവരുടെ ഒരു ചെറിയ മാറ്റം പോലും നമ്മളെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യും. കാരണം ആ ഒരു പേഴ്സൺ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മൾ 100% ആണ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആണ്, അങ്ങനെയുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത്. നമ്മൾ വല്ലാണ്ടെങ്കിൽ എംപ്റ്റി ഫീലിലേക്ക് പോകും. അതായത് നമ്മൾ ഒന്നുമല്ല അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നലായിരിക്കും. സോ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എപ്പോഴും ബിഗർ ആയിട്ട് കീപ്പ് ചെയ്യണം. ലൈക്ക് ആ ഒരു പേഴ്സണും ആ ഒരു റിലേഷൻഷിപ്പും മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ ഫ്രണ്ട്സ്, ഫാമിലി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ഗോൾസ്, നിങ്ങളുടെ ഹോബീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, പ്രയോറിറ്റി നൽകുക. അതിലേക്ക് കൂടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിനെ കുറച്ചുകൂടി മീനിങ് ഫുൾ ആക്കി മാറ്റാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള ഒരു ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. സോ ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എന്നതിലേക്ക് മാത്രമായി ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരുത്തുക. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി ബിഗർ ആയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുക. ഇതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കുന്നതിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണം. ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഫോളോ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ സപ്പോർട്ടിന് വേണ്ടി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. സോ ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഓൾറെഡി ഇപ്പൊ ഇഷ്ടപ്പെടുന്നത് ഒരു റൈറ്റ് പേഴ്സണെ ആണോ അതോ ഒരു ഫാന്റസി അല്ലെങ്കിൽ ഒരു ഐഡിയ മാത്രമാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു ഫാന്റസി ലെവലിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് മനസ്സിലാക്കുക എന്നറിയോ? നിങ്ങളുടെ ലൈഫിൽ നിലവിലുള്ള ഒരു പേഴ്സണെ നിങ്ങൾക്ക് അത്രയധികം ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അവർ മാറും, അവർ ചേഞ്ച് ആവും, അല്ലെങ്കിൽ എന്നെ ഇഷ്ടമുണ്ട് അതുകൊണ്ട് എന്തായാലും മാറും, ഇങ്ങനെ ഭാവിയിൽ മാറും എന്നുള്ള ഒരു ഐഡിയയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു ഫാന്റസിയാണ്, അത് റിയാലിറ്റി അല്ല. സോ അങ്ങനെയുള്ള ഫാന്റസി ലൈഫിലുണ്ടെങ്കിൽ അതൊന്ന് സ്ലോ ഡൗൺ ചെയ്യുക. പകരം നിലവിൽ നിങ്ങളുടെ ലൈഫിൽ ഉള്ള ആ ഒരു പേഴ്സൺ, അവരുടെ കറണ്ട് വേർഷൻ നിങ്ങൾക്ക് ഓക്കെ ആണോ, അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് ഹെൽത്തി ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. സോ നിങ്ങൾക്ക് തന്നെ ഡിസ്റ്റർബിംഗ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സ്വയം നിങ്ങൾക്ക് തോന്നുന്ന ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ അവർ ഭാവിയിൽ മാറും, എനിക്ക് അത്ര ഇഷ്ടമാണ്, അല്ലെങ്കിൽ എന്തായാലും ചേഞ്ച് ആവും, എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അങ്ങനെ നിലവിൽ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മാറിയേക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫാന്റസി സ്ലോ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ഓവർ അറ്റാച്ച്മെന്റ് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ സ്റ്റാൻഡേർഡ്സ്, നിങ്ങളുടെ ബൗണ്ടറീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വയം നിങ്ങൾ തന്നെ കീപ്പ് ചെയ്യണം. ആ വ്യക്തി എനിക്കിഷ്ടമാണ്, പക്ഷെ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി എന്നെ വിട്ടിട്ട് പോവും, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നിന്ന് എന്നേക്കുമായി പോവും, പക്ഷെ അതുകൊണ്ട് മാത്രം ഞാനത് പറയുന്നില്ല. അങ്ങനെ പറയുന്നതും എനിക്ക് നിന്നെ ഇഷ്ടമാണ് പക്ഷെ ഈ പറഞ്ഞത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ സംസാരിക്കരുത്, അല്ലെങ്കിൽ എനിക്കിത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന രീതിയിൽ പറയുന്നതിലും ഒരുപാട് വ്യത്യാസമുണ്ട്. ഒന്ന്, കൃത്യമായ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട്, മറ്റൊന്ന് നിങ്ങളുടെ ബൗണ്ടറീസ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നില്ല. ഇങ്ങനെ ആദ്യം പറഞ്ഞ രീതിയിൽ പേഴ്സണൽ ബൗണ്ടറീസ് ഒന്നും കീപ്പ് ചെയ്യാതെയുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് തോട്ട്സ് കൂടിക്കൊണ്ടേയിരിക്കും. അതൊട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കില്ല. മാത്രമല്ല ആ റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കില്ല. സോ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ബൗണ്ടറീസ് നിങ്ങൾ കീപ്പ് ചെയ്യുക, സെൽഫ് റെസ്പെക്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് അത്ര അധികം എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരില്ല. ഇൻ കേസ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പിന്നീട് അതൊരു പോസിറ്റീവായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് കഴിയും. സോ യെസ് പറയേണ്ട കാര്യങ്ങളിൽ യെസ്സും നോ പറയേണ്ട കാര്യങ്ങളിൽ നോയും പറയാനുള്ള ഒരു മൈൻഡ്, ആ ഒരു കാര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഓവർ അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ ആ പേഴ്സണ് എത്ര ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആ പേഴ്സണോട് ഞാൻ അത്രയധികം അറ്റാച്ച്ഡ് ആണ്, അതുകൊണ്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും
കുഴപ്പമില്ല, അങ്ങനെയുള്ള തോട്ട് നിങ്ങളിൽ ഒരിക്കലും ഉണ്ടാവില്ല. സോ നിങ്ങളുടെ ബൗണ്ടറീസ്, നിങ്ങളുടെ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യാം. ഇനി ഓവർ അറ്റാച്ച്ഡ് ആക്കുന്നത് അല്ലെങ്കിൽ ഓവർ അറ്റാച്ച്മെന്റിലേക്ക് പോകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഫുൾ ടൈം ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ഒരു ദിവസം മുഴുവൻ അവരോട് സംസാരിച്ചിരിക്കുക, അവർക്ക് ടെക്സ്റ്റ് ചെയ്യുക, അവരെ കോൾ ചെയ്യുക, ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ലൈഫിൽ നമ്മൾ മീനിങ് ഫുൾ ആയിട്ട് ഒന്നും ചെയ്യുന്നുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു പേഴ്സൺ, ഇതല്ലാതെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളെ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ഓൾറെഡി എന്തെങ്കിലും ഗോൾസ്, ഡ്രീംസ്, കാര്യങ്ങളുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തിങ്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിലേക്ക് സീരിയസ് ആയിട്ടൊന്നും നോക്കാനോ ഒന്നും നിങ്ങൾക്ക് ടൈം കിട്ടില്ല. ബിക്കോസ് നിങ്ങൾ എപ്പോഴും ആ ഒരു പേഴ്സണോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ആ പേഴ്സണെ ഒന്ന് മിസ് ചെയ്യാനുള്ള സ്പേസ് പോലും നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കില്ല. ഈ ഒരു പ്രവൃത്തി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു അറ്റാച്ച്മെന്റ് അത് ഓവർ അറ്റാച്ച്ഡ് ആയി മാറും എന്നല്ലാതെ അത് നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കില്ല. സോ ഫുൾ ടൈം അവരോട് സംസാരിച്ചിരിക്കുക, അവർക്ക് മെസ്സേജ് അയച്ചിരിക്കുക, അങ്ങനെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരുത്തുക. നിങ്ങളെ കൂടി നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളുണ്ടായിരിക്കും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടി പ്രയോറിറ്റൈസ് കൊടുക്കുക, അതിലേക്ക് കൂടി ഇൻവെസ്റ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഓവർ അറ്റാച്ച്ഡ് ആണ് അല്ലെങ്കിൽ അത്രയധികം അറ്റാച്ച്ഡ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് ഒരു ഹെൽത്തി വേയിലേക്ക് മാറ്റാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് ഒരു ഹെൽത്തി വേയിൽ അറ്റാച്ച്മെന്റ് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്